ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ലേൺ വെൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ 2 പ്രോബ്ലം ഹോംവർക്കായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്തെന്നാണ് എൻ്റെ വിശ്വാസം. അതിൽ സെക്കൻഡ് പ്രോബ്ലം ഒരു ചെറിയൊരു ട്വിസ്റ്റയിലുണ്ട്. എന്തായാലും പോട്ടെ, നമുക്ക് ചെയ്തു നോക്കാം, വർക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് മെയിനായിട്ടും ട്രാൻസ്ഫോമറിനെ പറ്റിയാണ്. എന്താണ് ട്രാൻസ്ഫോമർ? മ്യൂച്വൽ ഇൻഡക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അത് മ്യൂച്വൽ ഇൻഡക്ഷൻ ഉപയോഗിക്കുന്ന സാധനമാണ് ട്രാൻസ്ഫോമർ. അതിനുള്ള സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിനെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിനെ പറ്റി പറഞ്ഞു. ട്രാൻസ്ഫോമർ ഇക്വേഷൻ പഠിച്ചു. അപ്പോൾ ട്രാൻസ്ഫോമർ ഇക്വേഷനിൽ വോൾട്ടേജ്, നമ്പർ ഓഫ് ടേൺസ്, കറണ്ട്, ഇതിനെ മൂന്നിനെ റിലേറ്റ് ചെയ്യുന്ന മൂന്ന് ഇക്വേഷൻസ്, സെപ്പറേറ്റ് ഇക്വേഷൻസ് ആണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അത് വെച്ചിട്ട് പ്രോബ്ലം ഞാൻ ചെയ്ത് കാണിച്ചു. ഇനി സെക്കൻഡ് പ്രോബ്ലം ആണ് നമുക്ക് ചെയ്യാണ്ടതില്ലേ. അപ്പോൾ സെക്കൻഡ് പ്രോബ്ലം ഒന്ന് വായിച്ചു നോക്കി. ദ ഇൻപുട്ട് വോൾട്ടേജ് ഓഫ് എ ട്രാൻസ്ഫോമർ is 240 volt AC. There are 80 turns in the secondary coil and 800 turns in the primary. What is the output voltage of the transformer? അതായത് ഇൻപുട്ട് വോൾട്ടേജ് 240 വോൾട്ട് ആണ്. ഇൻപുട്ട് ഏതിൽ കൂടെ പറഞ്ഞത്? പ്രൈമറി കോയിലാണ് നമ്മൾ ഇൻപുട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ പ്രൈമറി കോയിലിലെ ഇൻപുട്ട് എന്ന് പറയുന്നത് 240 വോൾട്ട് ആണ്. അതുപോലെ 80 ടേൺസിന്റെ സെക്കൻഡറി കോയിൽ. ഇപ്പോൾ ഈ ക്വസ്റ്റ്യന്റെ പ്രത്യേകത നമ്മളെ കറക്കാൻ വേണ്ടി വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ എക്സാമിനൊക്കെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ആദ്യം 80 ആദ്യം കാണും. അപ്പോൾ നമ്മൾ വിചാരിക്കും 80 എന്ന് പറയുന്നത് പ്രൈമറി കോയിലിലെ നമ്പർ ഓഫ് ടേൺസ് വിചാരിക്കും. പക്ഷേ 80 ടേൺസിന്റെ സെക്കൻഡറി കോയിൽ നിന്ന് തന്നിട്ടുണ്ട്. ചിലപ്പോൾ പെട്ടെന്ന് നമ്മൾ ധൃതി പിടിച്ചൊക്കെ ചെയ്യണമെങ്കിൽ പെട്ടെന്ന് സംഭവിക്കും, നമ്മൾ ഈ സെക്കൻഡറി കോയിൽ നിന്നുള്ള വായിക്കാനൊക്കെ മറന്നു. നേരെ നമ്മൾ നോക്കുമ്പോൾ ആദ്യം 80 കിടക്കുന്നു, രണ്ടാമത് 800 കിടക്കുന്നു. അപ്പോൾ പ്രൈമറിയിൽ 80, സെക്കൻഡറിയിൽ 800 എന്നൊക്കെ നമ്മൾ വിചാരിച്ച് പോകും. അപ്പോൾ അതിനു വേണ്ടിയാണ് എന്ത് പറയുന്നത്, ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രമാണ് നമ്മൾ പ്രോബ്ലംസ് ആൻസർ ചെയ്യുള്ളൂ. കൃത്യമായിട്ട് ക്വസ്റ്റ്യനിലെ ഡാറ്റ നമ്മൾ വായിച്ച് മനസ്സിലാക്കണം. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് 240 വോൾട്ട് തന്നിട്ടുണ്ട്. അതായത് പ്രൈമറിയിലെ വോൾട്ടേജ് VP എന്ന് പറയുന്നത് 240 വോൾട്ട് ആണ്. 80 ടേൺസ് സെക്കൻഡറി കോയിൽ NS, നമ്പർ ഓഫ് ടേൺസ് സെക്കൻഡറി കോയിൽ എന്ന് പറയുന്നത് 80 ആണ്. NP എന്ന് പറയുന്നത് 800 ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത്. ഔട്ട്പുട്ട് വോൾട്ടേജ് ഏതിൽ കൂടി വരാം? സെക്കൻഡറി കോയിലിൽ കൂടിയാണ് വരിക. അപ്പോൾ സെക്കൻഡറി കോയിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഒന്നുകൂടി പറയുന്നു, VP 240 വോൾട്ട്, NS 80, NP 800. നമുക്ക് എഴുതി വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ VP ഈക്വൽ ടു 240 വോൾട്ട്, NS ഈക്വൽ ടു 80 ആൻഡ് NP ഈക്വൽ ടു 800. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താ? വോൾട്ടേജിനെയും നമ്പർ ഓഫ് ടേൺസിനെയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ VP ബൈ VS ഈക്വൽ ടു NP ബൈ NS. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ വാല്യൂസ് എല്ലാം ഇട്ട് കൊടുക്കുകയാണ്. VP എന്ന് പറഞ്ഞാൽ 240 വോൾട്ട് ആണ്. ഓക്കെ, അപ്പോൾ 240 ഡിവൈഡഡ് ബൈ VS നമുക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, VS നമ്മൾ VS എന്ന് തന്നെ എഴുതാണ്. NP എന്ന് പറഞ്ഞാൽ 800 ആണ്, ഡിവൈഡഡ് ബൈ 80. NS എന്ന് പറയുന്നത് 80 ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് തന്നെ ഡിവൈഡ് ചെയ്യാം, 0 ഡിവൈഡ് ചെയ്ത് കളയാം, 80 ബൈ 8 എന്ന് കിട്ടി. അപ്പോൾ 240 ഡിവൈഡഡ് ബൈ VS ഈക്വൽ ടു 80 വെച്ച് ഡിവൈഡ് ചെയ്യാൻ കിട്ടും, 10 കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് VS കണ്ടുപിടിക്കാം. VS കണ്ടുപിടിക്കുന്നത് ഇത് നമ്മൾ എന്ത് ചെയ്ത് രണ്ടും അങ്ങോട്ടും സ്വാപ്പ് ചെയ്യുക. ഈ VSനെ ഇങ്ങോട്ട് കൊണ്ടുവരാം, ഈ 10നെ താഴേക്കും കൊണ്ടുവരാം. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക. അപ്പോൾ നമ്മളിത് എഴുതുമ്പോൾ എന്താവും, 240 ബൈ 10 ഇസ് ഈക്വൽ ടു VS. ഇങ്ങനെ സ്വാപ്പ് ചെയ്ത് എഴുതാം. ഇതിന് വേണ്ടി നമുക്ക് കുറച്ചുകൂടി കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടി തിരിച്ചെഴുതിയാലും കുറ്റമൊന്നുമില്ല. VS ഇസ് ഈക്വൽ ടു 240 ബൈ 10. 240 ബൈ 10 നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ സംഭവിച്ചു, 0 ഡിവൈഡ് ആയി പോയി. VS ഇസ് ഈക്വൽ ടു 24 വോൾട്ട്. നമുക്ക് സെക്കൻഡറിയിലെ വോൾട്ടേജ് കിട്ടി. 24 വോൾട്ട് ആണ് എന്ത്, സെക്കൻഡറിയിലെ വോൾട്ടേജ്. അപ്പോൾ ഇത് എന്ത് ട്രാൻസ്ഫോമറാ? ആദ്യം 240 വോൾട്ട് ആയിരുന്നു, പിന്നെ സംബന്ധിച്ച് 24 വോൾട്ട് ആയിട്ട് കുറഞ്ഞു. അപ്പോൾ ഇതൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. സ്റ്റെപ്പ് ഡൗൺ, ചിലപ്പോൾ ചില ക്വസ്റ്റ്യനിലൊക്കെ വരും ഇങ്ങനെ വന്നിട്ട് ഇത് എന്ത് ട്രാൻസ്ഫോമർ ആണെന്ന് ചോദിക്കും. അപ്പോൾ ഇത് ട്രാൻസ്ഫോമർ ആണ്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞ കുറച്ച് ട്വിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ട്രാൻസ്ഫോമർ വിതൗട്ട് എനി ലോസ് ഇൻ പവർ, there are 5000 ടേൺസ് ഇൻ ദ പ്രൈമറി ആൻഡ് 250 ടേൺസ് ഇൻ ദ സെക്കൻഡറി. 5000 ടേൺസ്, പ്രൈമറിയിലെ ടേൺസ് 5000, അതായത് NP എന്ന് പറയുന്ന 5000ഉം 250 ടേൺസ് സെക്കൻഡറി. NS എന്ന് പറയുന്ന സെക്കൻഡറിയിൽ 250 ടേൺസ് ആണല്ലോ. അപ്പോൾ ഇതെന്ത് ട്രാൻസ്ഫോമർ ആയിരിക്കും? പ്രൈമറിയിലെ ടേൺസ് കൂടുതൽ, സെക്കൻഡറിയിലെ ടേൺസ് കുറവ്. അപ്പോൾ ഇതെന്ത് ട്രാൻസ്ഫോമർ ആണ്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. ടേൺസ് കൂടുതൽ, ഇവിടെ കുറവ്. അപ്പോൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്.
അപ്പോൾ പ്രൈമറി വോൾട്ടേജ് 120 വോൾട്ടും പ്രൈമറി കറണ്ട് 0.1 ആംപിയറും ആണ്. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ വോൾട്ടേജും കറണ്ടും ആണ് തന്നിട്ടുള്ളത്. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? സെക്കൻഡറി കോയിലിലെ വോൾട്ടേജും സെക്കൻഡറി കോയിലിലെ കറണ്ടും നമ്മളിനി കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നിരിക്കുന്ന ഡാറ്റ എഴുതാം. ആദ്യം എഴുതാൻ പോകുന്നത് NP5000 NS250. ഓക്കെ, അപ്പോൾ നമ്മളത് ഇവിടെ എഴുതി വെക്കാൻ പോകണം കേട്ടോ. NP is equal to 5000 NS is equal to 250. ഇത് നമ്മൾ എഴുതി കഴിഞ്ഞു. NP is equal to 5000 NS is equal to 250. പിന്നെ നമുക്ക് തന്നിരുന്നത് പ്രൈമറി വോൾട്ടേജ് 120 വോൾട്ട്. അപ്പോൾ VP എന്ന് പറയുന്നത് 120 വോൾട്ടും പ്രൈമറി കറണ്ട് 0.1 ആംപിയർ. അപ്പോൾ IP എന്ന് പറയുന്ന കറണ്ട്, IP എന്ന് പറയുന്ന പ്രൈമറിയിലെ കറണ്ട്, IP is equal to 0.1 ആംപിയർ. അതുകൂടി നമുക്ക് ഇതിലേക്ക് എഴുതി ചേർക്കാം. VP is equal to 120 വോൾട്ട്, IP is equal to 0.1 ആംപിയർ. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി നമുക്ക് സിമ്പിൾ ആയിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാം. അത് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? സെക്കൻഡറിയിലെ വോൾട്ടേജ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വോൾട്ടേജ് നമ്പർ ഓഫ് ടേൺസ് നമ്മൾ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ NP/NS. സോറി, ഇങ്ങനെ എഴുതണമെന്നില്ല, അങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ കറക്റ്റ് ഓർഡർ തന്നെ, അപ്പം കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി നേരത്തെ എഴുതിയ ഓർഡറിൽ തന്നെ എഴുതാം. VP/VS is equal to NP/NS. ഓക്കെ, VP/VS is equal to NP/NS. അപ്പോൾ VP എന്ന് പറയുന്നത് എത്രയാണ്? 120 ആണ്. 120/VS, VS നമുക്ക് അറിഞ്ഞൂടാ, is equal to 5000 divided by 250. നമ്മളിപ്പോൾ ഡിവൈഡ് ചെയ്ത് കളയാണ്, 0 ഡിവൈഡ് ചെയ്തു. 120/VS is equal to 500/25 എന്ന് പറയുമ്പോൾ 20 is equal to 20. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 120/20 is equal to VS, അല്ലെങ്കിൽ VS is equal to 120/20. നമ്മളിത് ഡിവൈഡ് ചെയ്യുന്നു, 0 2 ഡിവൈഡ് ചെയ്തല്ലോ, 12/2. VS is equal to 6 വോൾട്ട് എന്ന് നമുക്ക് എന്ത് കിട്ടി? സെക്കൻഡറിയിലെ വോൾട്ടേജ് കിട്ടി. ഓക്കെ, സിമ്പിൾ ആയിരുന്നു. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? കറണ്ട് കണ്ടുപിടിക്കണം. സെക്കൻഡറിയിലെ കറണ്ട് കണ്ടുപിടിക്കണം. നമ്മുടെ വോൾട്ടേജും കറണ്ടും നമ്മൾ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഏതാ? VP/VS is equal to IS/IP. ശ്രദ്ധിക്കണം, ആദ്യം വരുന്ന S ആണ്, പിന്നെയാണ് P വരുന്നത്. ഇതിൽ പക്ഷേ നമ്പർ ഓഫ് ടേൺസിൽ NP/NS തന്നെയാണ്, പക്ഷേ കറണ്ട് വരുമ്പോൾ IS/IP എന്നാണ് വരിക. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ വാല്യൂ ഇട്ട് കൊടുക്കുകയാണ്. VP/VS എന്ന് പറയുമ്പോൾ 120, VP എന്ന് പറയുമ്പോൾ 120 ഡിവൈഡഡ് ബൈ 6 is equal to IS നമുക്ക് അറിഞ്ഞൂടാ. IP എത്രയാണ്? 0.1 ആണ് IP എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 120/6 എന്ന് പറയുമ്പോൾ എത്ര വരും? 120/6 20. 20 is equal to IS ഡിവൈഡഡ് ബൈ 0.1. അപ്പോൾ IS എത്രയായിരിക്കും? IS is equal to, ഇത് നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങോട്ട് കൊണ്ടുപോവുക. ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താ? മൾട്ടിപ്ലൈ. ഇവിടെ ഡിവൈഡഡ് ബൈ ആണ്, ഇവിടെ എന്താവും? മൾട്ടിപ്ലിക്കേഷൻ ആവും. IS is equal to 20 into 0.1. 20 into 0.1 നിങ്ങൾക്ക് ഡെസിമൽ മൾട്ടിപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അതിനെ ഫ്രാക്ഷൻ ആക്കുക. 0.1 എന്ന് പറഞ്ഞാൽ 20 into 1/10 ആണ്. ഓക്കെ, അപ്പോൾ 20/10 എന്ന് പറയുമ്പോൾ എത്ര വരും? ഈക്വൽ ടു 20 10 വെച്ച് ഡിവൈഡ് ചെയ്താൽ 2. അപ്പോൾ IS എത്രയാണ്? 2 ആംപിയർ ആണ് സെക്കൻഡറിയിലെ കറണ്ട്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആകെ ചെറിയൊരു ഡിഫറൻസ് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ വോൾട്ടേജ് കണ്ടുപിടിച്ച ശേഷം അത് ഉപയോഗിച്ചിട്ട് കറണ്ട് കൂടി കണ്ടുപിടിക്കുന്നത് ചെറിയൊരു ടെസ്റ്റാണ് ഉണ്ടായിരുന്നുള്ളൂ. ആ ടെസ്റ്റ് നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ കിട്ടിയില്ലേ? ഇത് ഇങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ട്രാൻസ്ഫോമർ ഇക്വേഷൻ വെച്ച് വരിക. അപ്പോൾ ഈ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാവുന്നുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ 2 ചെറിയ കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. ഇൻഡക്ഷനായിട്ട് ബന്ധപ്പെട്ട 2 ചെറിയ കാര്യങ്ങൾ കൂടിയാണ് നമുക്ക് പറയാനുള്ളത്. അതിൽ ഒന്നാമത്തെ കാര്യം, നേരത്തെ മ്യൂച്വൽ ഇൻഡക്ഷൻ പറഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ടൈപ്പ് ഓഫ് ഇൻഡക്ഷൻ ആണ് സെൽഫ് ഇൻഡക്ഷൻ. ഓക്കെ, സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ സ്വയം ഇൻഡക്ഷൻ. അതായത് നമ്മൾ ആലോചിക്കും അല്ലെങ്കിൽ തന്നെ സ്വയമായിട്ടല്ല ഇൻഡക്ഷൻ ഉണ്ടാവാന്നല്ലേ, പക്ഷെ ഇത് വേറൊരു അർത്ഥത്തിലാണോ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ എന്താണെന്ന് വായിച്ചു നോക്കാം. The change in magnetic flux due to the flow of an AC in a solenoid will generate a back EMF in the same solenoid in a direction opposite to that applied on it. അപ്പോൾ ഒരു സോളിനോയിഡ് എന്താ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത്? ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ ഹീലിക്കൽ ഷേപ്പിൽ ഇങ്ങനെ സ്പ്രിങ് പോലെ ചുറ്റിയിട്ടുള്ള കണ്ടക്ടറിനാണ് എന്ത് പറയാം? നമ്മൾ സോളിനോയിഡ് എന്ന് പറയാം. അപ്പൊ അതിൽ കൂടി നമ്മൾ AC കറണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ അതിൽ കൂടി ഒരു AC കറണ്ടിന്റെ പ്രത്യേകത എന്താ? ഡയറക്ഷൻ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ട്, കറണ്ട് എപ്പോഴും ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ കറണ്ട് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ആരും ചേഞ്ച് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡും ചേഞ്ച് ചെയ്യും. കറണ്ട് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച്
മാഗ്നറ്റിക് ഫീൽഡും ചേഞ്ച് ചെയ്യും. പക്ഷേ ഈ സോളിനോയിഡ് എന്ന് പറഞ്ഞൊരു കണ്ടക്ടർ ആണല്ലോ അല്ലേ, സോളിനോയിഡ് ഒരു കണ്ടക്ടർ ആണ്. അപ്പോൾ സോളിനോയിഡിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുമ്പോൾ സംഭവിക്കുകയാണ്, ആ ചേഞ്ച് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡും ഈ സോളിനോയിഡും തമ്മിൽ ഒരു ഇന്ററാക്ഷൻ വരുന്നില്ലേ. ഈ കറണ്ട് ചേഞ്ച് ചെയ്യണ കാരണം എന്താണ്, മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യണം. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ചേഞ്ച് ആരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ഈ ഒരു സോളിനോയിഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കണ്ടക്ടർ ഇങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന സംഗതിയാണ് എന്ത്, നമ്മുടെ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എ സി കാരണം ഇതിലുണ്ടാവുന്ന ഈ മാഗ്നറ്റിക് ഫീൽഡ്, ഈ എ സി കൊടുക്കുന്ന ഈ കറണ്ട്, പ്രൈമറി കറണ്ട്, അതായത് എ സി കാരണം ഉണ്ടാകുന്ന ആദ്യം ഉണ്ടാകുന്ന കറണ്ട് പ്രൈമറി കറണ്ട്, അത് കാരണം ഉണ്ടാകുന്ന ഈ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും, ഈ സോളിനോയിഡിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് എന്ത് സംഭവിക്കും, ആ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് കാരണം അതിൽ വേറെ ഒരു എക്സ്ട്രാ സ്വന്തമായിട്ട് എന്ത്, മറ്റേ ഈ പ്രൈമറി കറണ്ട് എന്ന് പറഞ്ഞാൽ ആര് കൊടുക്കുന്നതാ, പുറത്തുനിന്ന് എ സി സപ്ലൈ, അത് നമ്മുടെ ജനറേറ്റർ കൊടുക്കുന്നതാണ് എന്ത്, ഈ പ്രൈമറി കറണ്ട്. ഇത് കൂടാതെ ഇതിന്റെ ഉള്ളിൽ എന്താണ്, ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ചേഞ്ച് മൂലം ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ സംഭവിച്ച് ഒരു ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് ഉണ്ടായിട്ട് ഈ പ്രൈമറി കറണ്ട് കൂടാതെ ഈ ഒരു സോളിനോയിഡിന്റെ ഉള്ളിൽ സ്വന്തമായിട്ട് ഒരു കറണ്ട് ആരെയും ഈ സോളിനോയിഡ് പ്രൊഡ്യൂസ് ചെയ്യും, സ്വന്തമായിട്ട് എന്ത് ചെയ്യും, ഒരു അതുകൊണ്ടാണ് ഇതിനെ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഈ പുറത്തുനിന്ന് കിട്ടുന്ന കറണ്ട് കൂടാതെ സ്വന്തമായിട്ടൊരു കറണ്ട് ആരെയും നമ്മുടെ ഈ ഇൻഡക്ടർ, ഈ സോളിനോയിഡ് എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യും. ഈ കറണ്ടിന്റെ ഡയറക്ഷൻ എപ്പോഴും നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്ന കറണ്ടിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, അതായത് പുറത്തുനിന്ന് കൊടുക്കുന്ന കറണ്ടിന് എന്ത് ചെയ്യും, ഈ കറണ്ട് ഒപ്പോസ് ചെയ്യും. അതിന് ഒപ്പോസ് ചെയ്യുമ്പോൾ സംഭവിക്കുക, അതിന് ടോട്ടൽ ആ സർക്യൂട്ടിലുള്ള കറണ്ട് കുറയും. കാരണം രണ്ടാളും ഓപ്പോസിറ്റ് ആണ്, ഒരു കറണ്ടിനെ മറ്റേ കറണ്ട് എതിർക്കാണ്. ഈ നമ്മൾ ആദ്യം കൊടുക്കുന്ന പ്രൈമറി കറണ്ടിനെ ഈ സെൽഫ് ഇൻഡക്ഷൻ വഴി ഉണ്ടാകുന്ന സെക്കൻഡറി കറണ്ട് എതിർക്കാണ്. അങ്ങനെ എന്ത് ചെയ്യും, കറണ്ട് ടോട്ടൽ കറണ്ട് എന്ത് ചെയ്യുന്നില്ല, കുറവ് വരും. ഓക്കെ, ഈ ഒരു സംഗതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സെൽഫ് ഇൻഡക്ഷൻ എന്ന് വിളിക്കുക. അപ്പൊ ഈ സെൽഫ് ഇൻഡക്ഷൻ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ എന്താ, ഈ ഒരു ഇൻഡക്ടർ, ഈ സെൽഫ് ഈ ഇങ്ങനെയുള്ളൊരു സോളിനോയിഡ് നമ്മളൊരു സർക്യൂട്ടിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു എ സി കറണ്ട് പോകുന്ന സർക്യൂട്ടിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക, അതാണ് ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സോളിനോയിഡിനെ നമ്മൾ ഇൻഡക്ടർ എന്ന് വിളിക്കുക. ഓക്കെ, അതിന്റെ സിമ്പിൾ ആണ് അവിടെ തന്നിട്ടുള്ളത്, ഇൻഡക്ടർ എന്ന് വിളിക്കുക. ഈ ഇൻഡക്ടറിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ ഒരു സർക്യൂട്ടിലെ കറണ്ട് കുറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന റെസിസ്റ്റർ ആണ്. അതായത് നല്ല ഹൈ റെസിസ്റ്റൻസ് ഉള്ളൊരു സാധനം കറണ്ടിൽ നമ്മുടെ സർക്യൂട്ടിൽ ഫിറ്റ് ചെയ്യും. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, പവർ കുറയും. ഈ റെസിസ്റ്ററിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഹീറ്റ് ഒക്കെ ഉണ്ടായിട്ട് എന്താ പറയുക, എനർജി ലോസ് ഒക്കെ ഉണ്ടാവും. ഒരുപാട് കറണ്ട് നമുക്ക് ലോസ്, പവർ നമുക്ക് ലോസ് ആവും. അപ്പൊ പക്ഷെ ഈ ഇൻഡക്ടർ, ഈ പറഞ്ഞ പോലെ ഒരു സോളിനോയിഡ് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, എ സി കറണ്ട് ആണെങ്കിൽ ഒരു ബാക്ക് ഇ എം എഫ് ഉണ്ടാവും. അപ്പൊ എന്താ, ഈ റെസിസ്റ്റൻസ് ഇല്ലാതെ തന്നെ ഈ ബാക്ക് ഇ എം എഫ് എന്ത് ചെയ്യും, ഇതിലെ കറണ്ടിനെ തിരിച്ച് ഒപ്പോസ് ചെയ്തിട്ട് കറണ്ടിനെ കുറക്കും. അപ്പൊ അവിടെ എന്ത് സംഭവിക്കുന്നില്ല, പവറിന്റെ ലോസ് സംഭവിക്കുന്നില്ല. അപ്പോൾ റെസിസ്റ്ററിനേക്കാൾ, ഒരു റെസിസ്റ്റൻസ് ഫിറ്റ് ചെയ്യുന്നതിനേക്കാൾ ഇത്തരത്തിലുള്ള ഒരു ഇൻഡക്ടർ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഇൻഡക്ടറിന്റെ കുറച്ച് ഇമേജ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ഇൻഡക്ടർ നമ്മൾ സർക്യൂട്ടിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് കുറക്കാം, അതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യാം, പവർ മെയിൻറ്റെയിൻ ചെയ്യാം, പവറിൽ യാതൊരു കുറവില്ലാതെ സംരക്ഷിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ എന്താ, ഈ ഇലക്ട്രിക് കറണ്ട് വരുന്ന ചേഞ്ച്, അതിന് അങ്ങനെ ചേഞ്ച് വരാതിരിക്കാൻ, അല്ലെങ്കിൽ വാല്യൂ കുറക്കാനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ ഇൻഡക്ടേഴ്സ് ഉപയോഗിക്കുക. അപ്പൊ എന്താ, റെഡ്യൂസ് ദ കറണ്ട് ഇൻ എ സർക്യൂട്ട് ടു ദ ഡിസൈഡ് വാല്യൂ വിത്തൗട്ട് ലോസ് ഓഫ് പവർ. പവർ ലോസ് ആവാതെ സംഭവിക്കുകയാണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വാല്യൂയിലേക്ക് ഈ കറണ്ടിന്റെ എമൗണ്ട് കുറക്കാണ് ആരെയുന്നത്, ഇൻഡക്ടർ ചെയ്യുന്നത്. അവർ നമ്മൾ സാധാരണ റെസിസ്റ്ററിന്റെ ഒരു ഓൾട്ടർനേറ്റ്, റെസിസ്റ്റർ എന്ത് ചെയ്യണം, പവർ കളയും. പക്ഷെ ഇൻഡക്ടർ എന്ത് ചെയ്യുന്നില്ല, പവർ കളയും. പക്ഷെ റെസിസ്റ്ററിനോടുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, റെസിസ്റ്റർ ഡി സി കറണ്ടിലും എ സി കറണ്ടിലും റെസിസ്റ്റർ എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. പക്ഷെ ഇൻഡക്ടർ വർക്ക് ചെയ്യണമെങ്കിൽ ദേ ഓൺലി വർക്ക് ഇൻ എ സി സർക്യൂട്ട്സ്. എ സി സർക്യൂട്ട് ആണെങ്കിൽ മാത്രമാണ് നമ്മുടെ ഇൻഡക്ടർ വർക്ക്. അങ്ങനെ ചെറിയൊരു പ്രശ്നമുണ്ട്. പക്ഷെ എന്താണ്, പവറിന്റെ ലോസ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇലക്ട്രിക് കറണ്ടിന്റെ വാല്യൂ നമുക്ക് കുറക്കാനായിട്ട് ഇൻഡക്ടേഴ്സ് ഉപയോഗിച്ച് സാധിക്കും. കാരണം എ സിയിൽ മാത്രമാണ് വർക്ക് ചെയ്യുള്ളൂ. കാരണം എ സി കറണ്ടിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്തിട്ട് സെൽഫ് ഇൻഡക്ഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എ സി സർക്യൂട്ടിൽ മാത്രമാണ് ആ ഇൻഡക്ടർ വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, ഇനി ഈ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന്റെ ലാസ്റ്റ് ആപ്ലിക്കേഷൻ നമുക്ക് പഠിക്കാനുള്ളത്, നമ്മൾ ഇതുവരെ പഠിച്ച ആപ്ലിക്കേഷൻസ്, ഫസ്റ്റ് പഠിച്ചത് എ സി ജനറേറ്റർ അല്ലെങ്കിൽ ജനറേറ്റർ ആണ് പഠിച്ചത്. സെക്കൻഡ് പഠിച്ചത് മ്യൂച്വൽ ഇൻഡക്ഷൻ, അതുപോലെ ട്രാൻസ്ഫോമർ, അതാണ് നമ്മൾ പഠിച്ചത്. തേർഡ് പഠിച്ചത് സെൽഫ് ഇൻഡക്ഷൻ, ഇൻഡക്ടർ എന്ന് പറഞ്ഞ സംഭവം, അതിൽ നടക്കുന്ന സെൽഫ് ഇൻഡക്ഷൻ, ഇതാണ് തേർഡ് ആപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചത്. ലാസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂവിങ് കോയിൽ മൈക്രോഫോണിനെ പറ്റിയാണ്. അതായത് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ കാണാറുള്ള മൈക്ക്, ആ മൈക്ക് എന്ന് പറയുന്നത് എന്താണ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അത് ഞാൻ പറഞ്ഞത് നമ്മുടെ ഡെയിലി ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് സംഗതികൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനെ ഡിപ്പെൻഡ് ചെയ്താണ്
നിൽക്കുന്നത്. ഈ ഒരു സംഗതി ഈ ഒരു എന്താണ് കൺസെപ്റ്റ് ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ജീവിതത്തിൽ ഉപയോഗിക്കുന്ന പല സൗകര്യങ്ങളും നമുക്കിപ്പോൾ എന്താണ് ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റുന്നത്. അപ്പൊ അതിൽ പെട്ട ഒന്നാണ് എന്ത്, ഈ മൈക്ക്. നമ്മൾ ഉപയോഗിക്കുന്ന കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന മൈക്ക് എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വെച്ചിട്ടാണ്. അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ പഠിച്ചിട്ടുണ്ടായിരുന്നു. മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിൽ എന്താ സംഭവിക്കുക? മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ എന്ത് ചെയ്യും? ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ സ്വീകരിച്ചിട്ട് അതിനെ സൗണ്ട് ആയിട്ട് മാറ്റും. ഇലക്ട്രിക്കൽ എനർജിനെ സൗണ്ട് ആക്കി മാറ്റുന്ന ആളാണ് മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ. അതിന് മൂവിംഗ് കോയിൽ എന്ന് പേര് വരാൻ കാരണം അതിലൊരു വോയിസ് കോയിൽ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുക. അങ്ങനെ വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യുന്ന സംഗതികളെയാണ് നമ്മൾ മൂവിംഗ് കോയിലിന് ഫ്രണ്ടിൽ കൊടുക്കുക. ഓക്കെ, മൂവിംഗ് കോയിലിന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഈ കോയിൽ ഉദ്ദേശിക്കുന്നത് വോയിസ് കോയിലിനാണ്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ ഒരു വോയിസ് കോയിൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് സൗണ്ടിനെ, അതായത് നമ്മൾ മൈക്ക് എന്താ ചെയ്യുക, നമ്മൾ സംസാരിക്കുന്ന സൗണ്ടിനെ എന്ത് ചെയ്യാണ്, ഇലക്ട്രിക് സിഗ്നലാക്കി മാറ്റാണ് നമ്മുടെ മൈക്രോഫോൺസ് ചെയ്യുക. അപ്പൊ നമ്മൾ സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞ മറ്റേ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിന്റെ കേസ് പറഞ്ഞപ്പോൾ പറഞ്ഞു സൗണ്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും വൈബ്രേഷൻസ് ആണ്. സൗണ്ട് ശരിക്കും ഈ വൈബ്രേഷൻ വഴിയാണ് എന്ത് സൗണ്ട് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ശരിക്കും എയർ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ മൈക്രോഫോണിന്റെ ഉള്ളിൽ ഒരു വോയിസ് കോയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, വോയിസ് കോയിൽ കാണാം. ആ വോയിസ് കോയിലിൽ ഒരു ഡയാഫ്രം ഫിറ്റ് ചെയ്യും. ഡയാഫ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് വൈബ്രേഷൻ, നമ്മൾ കൊടുക്കുന്ന വൈബ്രേഷൻ അനുസരിച്ച് വൈബ്രേറ്റ് ചെയ്യുന്ന സംഗതിയാണ് എന്താ പറയുക, ഡയാഫ്രം എന്ന് പറയാം. ലൗഡ് സ്പീക്കറിൽ ഡയാഫ്രം ഉപയോഗിച്ച് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനാണ്. ഇതിൽ നമ്മൾ ഡയാഫ്രം ഉപയോഗിക്കുന്ന സൗണ്ട് റിസീവ് ചെയ്യാനാണ്. അപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ എയറിൽ ഉണ്ടാവുന്ന വൈബ്രേഷൻസ് ഇങ്ങനെ ട്രാവൽ ചെയ്ത് മൈക്കിലേക്ക് എത്തും. അപ്പോൾ അത് ഡയഫ്രത്തിന്റെ ഹിറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കും, ഡയാഫ്രം നമ്മൾ സംസാരിക്കുന്ന വൈബ്രേഷൻ അനുസരിച്ച് ഡയാഫ്രം വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ഈ വൈബ്രേറ്റ് ചെയ്യുന്ന ഡയാഫ്രത്തിലേക്ക് എന്ത് കണക്ട് ചെയ്തിട്ടുണ്ട്? ഒരു വോയിസ് കോയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ വോയിസ് കോയിൽ ഇരിക്കുന്നത് ഒരു മാഗ്നറ്റിന്റെ ചുറ്റുമാണ്, മാഗ്നറ്റിക് ഫീൽഡിലാണ്. അപ്പോൾ ഈ ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുമ്പോൾ വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യും. ഇത് എവിടെ ഇരുന്ന വൈബ്രേറ്റ് ചെയ്യണം? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിലിരുന്ന് വൈബ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഈ വൈബ്രേഷൻ കാരണം അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിൽ, മാഗ്നറ്റിക് ഫ്ലക്സിൽ ഒരു ചേഞ്ച് ഉണ്ടാവും. മാഗ്നറ്റിക് ഫ്ലക്സിൽ ഒരു ചേഞ്ച് ഉണ്ടായാൽ സ്വാഭാവികമായിട്ട് അവിടെ എന്തുണ്ടാവും? ഒരു ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് ഉണ്ടാവും. ആ ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് മൂലം എന്തുണ്ടാവും? ഒരു കറണ്ട് ഉണ്ടാവും. ഈ കറണ്ട് എന്ന് പറയുന്നത് നമ്മുടെ സംസാരത്തിന്റെ വൈബ്രേഷൻ അനുസരിച്ചാണ് എന്തുണ്ടാവുക? ഈ കറണ്ട് ഉണ്ട്. കാരണം ഡയഫ്രം മൂവ് ചെയ്യുന്നത് നമ്മുടെ സംസാരം അനുസരിച്ചാണ്. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നതിന് അനുസരിച്ചുള്ള ഒരു ഇലക്ട്രിക് സിഗ്നൽ എന്ത് റിലീസ് ചെയ്യും? ഈ മൂവിംഗ് കോയിൽ മൈക്രോഫോൺ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി റിലീസ് ചെയ്യും. ഇങ്ങനെയാണ് ഒരു മൂവിംഗ് കോയിൽ മൈക്രോഫോൺ വർക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഇലക്ട്രിക് സിഗ്നലാണ് പിന്നീട് ആംപ്ലിഫയറിലേക്ക് എത്തി, പിന്നെ ഈ ഇലക്ട്രിക് സിഗ്നലാണ് ഇങ്ങോട്ട് എത്തുക, നേരത്തെ പറഞ്ഞ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിൽ എത്തിയിട്ട് സൗണ്ട് ആയിട്ട് പുറത്തേക്ക്. രണ്ടും പരസ്പരം കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട പാർട്സ് ഒക്കെ ഓർത്തിരിക്കുക. ഒരു പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാവും, ഒരു വോയിസ് കോയിൽ ഉണ്ടാവും, ഒരു ഡയഫ്രം ഉണ്ടാവും. ദ ഡയഫ്രം വൈബ്രേറ്റ്സ് അക്കോർഡിംഗ് ടു ദ സൗണ്ട് വേവ്സ് വാല്യൂ. നമ്മുടെ സംസാരം അനുസരിച്ച് എന്ത് ചെയ്യും? ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യും. ഇലക്ട്രിക് സിഗ്നൽസ് കറസ്പോണ്ടിങ് ടു ദ സൗണ്ട് വേവ്സ് ആർ ജനറേറ്റഡ് ബൈ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇൻ ദ വോയിസ് കോയിൽ. നമ്മൾ സംസാരിക്കുന്ന അനുസരിച്ചാണ് ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുക. ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുന്ന അനുസരിച്ച് എന്തുണ്ടാവും? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ സംഭവിക്കും. അപ്പോൾ നമ്മുടെ സംസാരത്തിനനുസരിച്ചുള്ള ഇലക്ട്രിക് സിഗ്നൽസ് ഈ മൈക്രോഫോണിൽ ജനറേറ്റ് ആവും. ഓക്കെ, ഹിയർ മെക്കാനിക്കൽ എനർജി ഇസ് കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ. സൗണ്ട് എന്ന് പറയുന്നത് വൈബ്രേഷൻ. വൈബ്രേഷൻ എന്ന് പറയുന്നത് മൂവ്മെന്റ് ആണ്. മൂവ്മെന്റ് കാരണം ഉണ്ടാകുന്ന, ഫസ്റ്റ് ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു, മൂവ്മെന്റ് കാരണം ഉണ്ടാകുന്ന എനർജി മെക്കാനിക്കൽ എനർജിയാണ്. അപ്പോൾ മെക്കാനിക്കൽ എനർജിനെ എന്തായിട്ട് മാറ്റുകയാണ്? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് നമ്മൾ മാറ്റുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് മൂവിംഗ് കോയിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മൈക്രോഫോൺ, മൂവിംഗ് കോയിൽ മൈക്രോഫോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ലാസ്റ്റ് ആപ്ലിക്കേഷൻ മൂവിംഗ് കോയിൽ മൈക്രോഫോൺ. സാറിന് ഇതിന്റെ ഫിഗറൊക്കെ നിങ്ങൾ നല്ലോണം ഓർത്തിരിക്കുക, അതിന്റെ പാർട്സ് ഒക്കെ ലേബിൾ ചെയ്യാൻ പഠിക്കുക. അതുപോലെ ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നിങ്ങൾ പഠിച്ചിരിക്കുക. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇത്ര നേരം നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനെ പറ്റി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? എങ്ങനെയാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ സംഭവിക്കുന്നത്, അതുപോലെ എൻ്റെ ആപ്ലിക്കേഷൻസ്. ഫസ്റ്റ് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ജനറേറ്റർ വർക്ക് ചെയ്യുക, പിന്നെ ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ്, മ്യൂച്വൽ ഇൻഡക്ഷൻ, അതുപോലെ ഇൻഡക്ടറിന്റെ വർക്കിംഗ്, സെൽഫ് ഇൻഡക്ഷൻ, അതുപോലെ ലാസ്റ്റ് നമ്മൾ പറയുന്നത് മൂവിംഗ് കോയിൽ മൈക്രോഫോൺ. ഇത്രയും കാര്യങ്ങളാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഈ ആപ്ലിക്കേഷൻ ഒരു എക്സ്റ്റൻഷൻ ആണ് എന്ത് പറയുന്നത്? നേരത്തെ നമ്മൾ പറഞ്ഞ ട്രാൻസ്ഫോമർ, ഈ ട്രാൻസ്ഫോമർ അതുപോലെ ജനറേറ്റർ, ഇതൊക്കെ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തതാ? ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷനും ഈ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ മറ്റ് സ്ഥലങ്ങളിലേക്ക്, നമ്മുടെ വീടുകളിലേക്ക് എത്തിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പറഞ്ഞ രണ്ട് മെഷീൻസ്, ഡിവൈസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോസിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഇവ നമ്മളിലേക്ക് ഇലക്ട്രിസിറ്റി എത്തിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നിലവിൽ മോഡേൺ ലൈഫിന്റെ എല്ലാ മേഖലകളെയും ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇലക്ട്രിസിറ്റിയാണ്. അപ്പോൾ ഇലക്ട്രിസിറ്റിനെ എത്തിക്കുന്നതിൽ ഇവർ വഹിക്കുന്ന പങ്ക് എന്താണ്, എങ്ങനെയാണ് നമ്മുടെയൊക്കെ വീടുകളിലേക്ക് ഇങ്ങനെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി എത്തുന്നത്, ഇതൊക്കെ ആയിരിക്കും ഇനി അടുത്ത കുറച്ച് വീഡിയോകളിലായിട്ട് നമ്മൾ സംസാരിക്കാം. അപ്പോൾ ഈ ഒരു പോർഷൻ ഇവിടെ എൻഡ് ചെയ്യാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷനെ പറ്റിയും പവർ ഡിസ്ട്രിബ്യൂഷനെ പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാം.
ഓക്കെ, അപ്പോൾ ഇതിലുണ്ടായിരുന്ന ട്രാൻസ്ഫോമർ ഇക്വേഷൻ അതുപോലെ അതിൻ്റെ പ്രോബ്ലംസ് ശരിക്കും പഠിക്കുക. അതുപോലെ ഈ നമ്മൾ പഠിച്ച മെഷീൻസിൻ്റെ ഡിവൈസസിൻ്റെ ഒക്കെ വർക്കിങ്ങും അവരുടെയൊക്കെ സ്ട്രക്ചറൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇനി മറ്റ് ടോപ്പിക്സ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അതുവരേക്കും എല്ലാവർക്കും